ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് NMMS സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനാണ്. എന്താണ് NMMS സ്കോളർഷിപ്പ്? ഈ സ്കോളർഷിപ്പ് കിട്ടിയാൽ എന്താണ് ബെനിഫിറ്റ്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എക്സാം എപ്പോഴായിരിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി പഠിക്കാനുള്ളത്? ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അർഹരായവർ? ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? അങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ തുടങ്ങാം അല്ലേ? എന്താണ് NMMS? നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ് NMMS എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ സ്കോളർഷിപ്പിന് അർഹരാകുന്ന കുട്ടികൾക്ക് 9, 10, 11, 12 ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അതായത് മാസം 1000 രൂപ വെച്ച്. അപ്പോൾ വർഷത്തിലോ 12,000 രൂപ. അപ്പോൾ 4 വർഷം കൊണ്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 48,000 രൂപ. ആർക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുക? സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വാർഷിക വരുമാനം ഒരു കുടുംബത്തിൻ്റെ 3.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവർക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കുട്ടി 7ാം ക്ലാസ്സിൽ 55% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. SC/ST കുട്ടികൾക്ക് ഒരു 5% റിലാക്സേഷൻ ഉണ്ട്. ഇനി നവോദയയിലും അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിലും സൈനിക സ്കൂളും റെസിഡൻഷ്യൽ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സാധാരണയായിട്ട് ഈ എക്സാം നടത്തുന്നത് നവംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ആണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നറിയോ? 2 പാർട്ടുകളിലായിട്ടാണ് എക്സാം നടത്തുന്നത്. മാറ്റ്, സാറ്റ് എന്ന ഓമന പേരുകളിൽ വിളിക്കുന്ന മെൻ്റൽ എബിലിറ്റി ടെസ്റ്റും സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. ഇതിന് 40% മാർക്ക് മേടിക്കണം. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ്, അനലോജി, ക്ലാസിഫിക്കേഷൻ, ന്യൂമറിക്കൽ സീരീസ്, പാറ്റേൺ പെർസെപ്ഷൻ, ഹിഡൻ ഫിഗേഴ്സ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ളതൊക്കെയാണ്. കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, സിമ്പിളാണേ. ഇനി സാറ്റിൽ പഠിക്കാനുള്ളതോ? സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പഠിക്കാനുള്ളത് സയൻസ്, സോഷ്യൽ, അതുപോലെ മാത്തമാറ്റിക്സ്. അതായത് 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും സിലബസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. NMMSനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയങ്ങൾ തീർന്നില്ലേ? പരിഹാരമുണ്ട്. ഇതിനുള്ളൊരു കോച്ചിങ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെയാണ് NMMS എക്സാം എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ ക്ലാസ് എടുക്കും. അതിനുവേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുവഴി ലഭിക്കുന്ന മൈൻഡ് സ്പാർക്ക് അക്കാദമിയുടെ ഗൂഗിൾ ഫോമിൽ ബാക്കി വിവരങ്ങൾ നിങ്ങളെ തേടിയെത്തും.